നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കൊല്ലാണ്ട് കേറി മേഞ്ഞുകളയും. സൂക്ഷിച്ചാ കൊള്ളാം. അവര് താലിമാല പൂജ ചെയ്യാൻ നേരം അപശകുനം പോലെ ഏതോ ഒരു ശക്തി ആ താലം തട്ടിക്കളഞ്ഞത്രേ. പിന്നെ അവിടെ വന്ന ഒരു സന്യാസി. അയാളുടെ പ്രവചനം അവരുടെ മനസ്സിനെ വല്ലാതെ പിന്തിരിപ്പിച്ചു. വന്ദനെ പോലൊരു നല്ല പെണ്ണിനെ അവര് വേണ്ടാന്ന് വെക്കൂ. അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറി തിരികെ വരുന്ന എന്റെ മനസ്സ് പറയുന്നത്. നമുക്ക് നോക്കാം. ഹരി, ഞാൻ പറഞ്ഞാലൊന്നും അച്ഛൻ കേക്കില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മനോജ്, ഒരാളുടെ തൊഴിലനുസരിച്ച് അയാളുടെ സ്റ്റാറ്റസ്. പണം ഉണ്ടോ പണം ഇല്ലേ അതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. ഇത് നിങ്ങളുടെ അച്ഛൻ മനഃപൂർവ്വം എന്റെ അച്ഛനെ അപമാനിക്കാൻ വേണ്ടി ഓട്ടോ ആയിട്ട് എന്റെ വീട്ടിലേക്ക് വന്നതാ. ആ സെക്രട്ടറിയുടെ മുന്നിൽ വെച്ച് പാവം എന്റെ അച്ഛൻ വെളറി വെളുത്തുപോയി. അദ്ദേഹമേ 10 കൊല്ലം ഈ നാട്ടിലെ MLA ആയിട്ട് ഇരുന്ന ആളാ. അന്തസ്സും ആഭിജാതിയുള്ള ആളാ. 7ാം കൂലിയായ നിങ്ങളുടെ അച്ഛന് പൈസയാണ് ആവശ്യമെങ്കിലേ ഞാൻ എന്റെ അച്ഛൻ്റെ നിന്ന് വാങ്ങിച്ചു കൊടുത്തേനല്ലോ. എന്നുവെച്ച് നീ ബിസിനസ് ചെയ്ത് തുലച്ച പൈസ എനിക്ക് അച്ഛനോട് ചോദിക്കാൻ പറ്റില്ല. ഓട്ടി ഇറക്കും എന്നെ. അല്ലേലും ഒന്നിലും കൊള്ളരുതാത്തവന്റെ കൂടെ മതില് ചാടി പോയതിന്റെ പഴി ഇതുവരെ തീർന്നിട്ടില്ല. ഒന്നും വേണ്ടിയിരുന്നില്ല. ഏത് നശിച്ച നേരത്താണാവോ നിന്റെ കൂടെ ഇറങ്ങി വരാൻ തോന്നിയത്. മടുത്തു. ഒരു ബിസിനസ് നടത്തി വിജയിച്ചവനാണ് എന്റെ ഭർത്താവ് എന്ന് കാണിച്ചെങ്കിലും അച്ഛന്റെ മുമ്പിൽ നിനക്ക് നിവർന്ന് നിൽക്കാൻ ഒരു സ്പേസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചതാ. കുടിച്ചും കൂത്താടിയും അത് നശിപ്പിച്ചില്ലേ. അവസാനം ഒരു കുഞ്ഞുണ്ടായിരുന്നു. അതിന്റെ ചിരിയും കളിയും കണ്ടെങ്കിലും അച്ഛന്റെ മനസ്സ് മാറ്റാന്ന് വിചാരിച്ചപ്പോ എല്ലാരും കൂടെ അതിനെയും കൊന്നില്ലേ. ഓരോന്ന് ആലോചിക്കുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കുവാ. മനോജ് അങ്ങോട്ട് തുടരെ തന്നെ. എല്ലാം എന്റെ തെറ്റാ. ഈ സമയത്ത് നീയും കൂടി തുടരില്ലെന്നല്ലേ പറഞ്ഞ് അങ്ങോട്ട്. നീ കോള് കട്ട് ചെയ്ത് കേമനാവാൻ നോക്കുന്നോടാ ചെത്തെ. ഞാൻ നിന്റെ വീട്ടിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. നീ പുറത്തേക്ക് വരുന്നോ അതോ ഞാൻ അകത്തേക്ക് വരണോ? എന്താ മനോജ്? അല്ല, ഞാനേ ഇപ്പൊ വരാം. എങ്ങോട്ട് പോകുന്നു? ഇപ്പൊ വരാം. ഇവൻ എന്തൊക്കെയോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ദേവി ഇത് വീട്ടിലേക്ക് വരരുത്. ആരെങ്കിലും കാണും. കാണട്ടാ. എന്താടാ
ഞാൻ പോയ വഴിക്ക് ചത്ത് മലച്ചെന്ന് വിചാരിച്ചോ നീ? ഹ്, കടം വാങ്ങിയിട്ട് നാളെത്രയായി? വിളിക്കുമ്പോ നീ ഫോൺ കട്ട് ചെയ്യും അല്ലേ? ഒരു തവണയെങ്കിലും മുതൽ പോയിട്ട് പലിശയെങ്കിലും തന്നിട്ടുണ്ടോ? വസ്തു ഞാൻ കൈമറിക്കും. ഹ്, നിന്റെ വസ്തുവിന്റെ ആധാരം എന്റെ കയ്യിലാണെന്നുള്ള കാര്യം മറക്കണ്ട. ഓർമ്മയുണ്ട് കാതർക്ക. ദയവ് ഇത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. മുതലും പലിശയും കൃത്യമായി ഞാൻ അടച്ചോളാം. ആ സ്ഥിരം പല്ലവി എനിക്ക് കേക്കണ്ട. ഞാൻ കടം വാങ്ങിയ പണത്തിന്റെ എത്രയോ ഇരട്ടി വിലയുള്ള വസ്തുവിന്റെ ആധാരമല്ലേ ഞാൻ ഈടായി തന്നിരിക്കുന്നത്. കനത്ത ഈട് കയ്യിലുള്ളപ്പോ എനിക്ക് കുറച്ച് സാവകാശം കൂടി തരണം. എനിക്ക് ഈടല്ല, പലിശയാണ് കാര്യം. പലിശ വിട്ടുള്ള ഒരു കളിയും ഖദറിനില്ല. വസ്തുവിന്റെ ആധാരം എത്രയും പെട്ടെന്ന് അച്ഛനെ തിരിച്ചേൽപ്പിക്കേണ്ട അവസ്ഥ എനിക്ക്. അതുകൊണ്ട് പലിശ മാത്രമല്ല, മുതലും മടക്കി തന്ന് ഞാൻ കടം വീട്ടിക്കോളാം. ഇതൊക്കെ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പലരും പറയുന്ന ഉടായ്പകളാ. അതൊന്നും കേട്ട് ഖാദർ പോവില്ല. വാടക വീട്ടിലാണ് താമസം. എല്ലാം വലിച്ചുവാരി പുറത്തിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാരെയും അറിയിക്കാനാ ഖാദർ വന്നിരിക്കുന്നത്. ഞാനത് ചെയ്യണോ? വേണ്ട ഖാദർക്ക, പ്ലീസ്. ഒരവധി കൂടി എനിക്ക് തരണം. ഒരേ ഒരു അവധി. അവധി എന്ന് വെച്ചാ? ഏറിയ ഒരു 2 ആഴ്ച കൂടി. 2 ആഴ്ചയോ? അത്രയും പോവില്ല. അതിനു മുമ്പ് തന്നെ മുതലും പലിശയും തിരിച്ചു തന്ന് ഞാൻ പ്രമാണം മടക്കി വാങ്ങിച്ചോളാം. എന്ത് പുണ്ണാക്കെങ്കിലും ആവട്ടെ, ഒരു അവധി കൂടി ഞാൻ തരാം. അന്ന് ഞാൻ വരുന്നത് ഈ രൂപത്തിലായിരിക്കില്ല. എന്റെ കൂടെ 1-2 പേര് കൂടി കാണും. മനുഷ്യന്റെ ചോരയുടെ മണം അനുഭവിച്ച് കൊതി തീരാത്ത കൂട്ടരാ. അല്ലാണ്ട് കേറി മേഞ്ഞുകളയും. സൂക്ഷിച്ചാ കൊള്ളാം. നീ വീണ്ടും തുടങ്ങിയോടാ? ഖാദറിനോട് വീണ്ടും പണം ചോദിച്ചു അല്ലേ? അയ്യോ ഇല്ല ചേച്ചി, ഞാൻ ഖാദറിനോട് മറ്റൊരു കാര്യം സംസാരിച്ചതാ. അത് കഴിഞ്ഞു അയാളങ്ങ് പോയി. അല്ലാതെ ചേച്ചി പറയുന്ന പോലെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരു പ്രശ്നമില്ല ചേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.